1973 മുതൽ എനിക്ക് ആനകൾ ഉണ്ട്. 1973 ഞാൻ കല്യാണം കഴിച്ചപ്പോൾ വൈഫിന് ഒരു പിടിയാന ഉണ്ടായിരുന്നു. അതിനുശേഷം പിടിയാനെ കൊടുത്തതിന് ശേഷം കൊമ്പനാനകളെ എടുത്തു. ഏകദേശം അന്ന് തൊട്ട് ഇന്ന് വരെയും ഇടയ്ക്ക് 10 ആന വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ആന നിലവിലുണ്ട്. ആതിര വിനോദും ഈ ആനയും, ഇങ്ങനെ 2 ആനകളാണ് ഉള്ളത്. ആതിര വിനോദ് ഇതിലും പൊക്കം കൂടിയ ആനയാണ്. ഇത് രണ്ടും വളരെ ശാന്ത സ്വഭാവമുള്ള ആനയും ആസാം ആനകളാണ്. ഞാൻ പ്രൊഫഷണലായിട്ട് എഞ്ചിനീയറാണ്. വൈഫിനിങ്ങനെ ഒരു ആന ഉണ്ടായിരുന്നപ്പോൾ അന്നേരം അതിനെ പിടിയാനെ മാറ്റി കൊമ്പനാനെ ആക്കണമെന്നൊരാഗ്രഹം വന്നു. ആ കാലങ്ങളിൽ എഴുന്നള്ളിപ്പിനെക്കാളും കൂടുതലുള്ളത് പണിയാണ്. ആ ഒരു വർഷം അന്ന് 10,000-30,000 രൂപ മുടക്കി ഒരാനയെ പണിക്കെടുത്ത് കൊടുത്താൽ 10,000 രൂപ അഡ്വാൻസായിട്ട് ഫോറസ്റ്റുകാർ തരും പണിക്ക് വേണ്ടി. ഒരു മാസം ഏകദേശം 3,000 രൂപ അന്ന് പണിഞ്ഞ് കിട്ടും. 2 ആന ഉണ്ടെങ്കിൽ ആ 2 ആന പണിക്ക് കയറ്റുന്ന കാശ് കൊണ്ട് 3ാമത്തെ ആനയെ വാങ്ങിക്കാം. അങ്ങനെ അതിനകത്തൊരു കൂടുതൽ വളരെ റിസ്ക് ഇല്ലാതെ ചെയ്യാവുന്ന, എൻ്റെ ജോലിയോട് പാരലായിട്ട് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയായിട്ട് തോന്നി. അതിൽ അന്നൊരു ഞാൻ വിളിക്കുന്ന ആനകളെ കൊണ്ടുവന്നിട്ടില്ല. കേരളത്തിൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആനകളെ കണ്ടാൽ എടുത്തുകൊണ്ട് വരും. ആര് മാന്യമായ ഇത് ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്യും. കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നിർത്തത്തില്ല. എല്ലാവരും വന്ന് ആഗ്രഹിച്ച് ചോദിച്ചാൽ അങ്ങനെ ഒരുപാട് നല്ല ആനകളെ എൻ്റെ കൈ മുഖാന്തരം പലർക്കും കൊടുത്തിട്ടുണ്ട്. ഇന്ന് തന്നെ കേരളത്തിൽ നിൽക്കുന്ന പേരിട്ട ആനകളെല്ലാം എന്നെ വഴിയും പോയിട്ടുള്ള ആനകളാണ് നിൽക്കുന്നത്. അത് നെയ്യാറ്റിൻകര ഗണേശൻ, നെയ്യാറ്റിൻകര ദേവസ്വമുള്ള ഏറ്റവും വലിയ ആനയായിരുന്നു. അത് ഞാൻ കൊടുത്തതാണ്. പിന്നെ ആതിര രാജശേഖരൻ, അത് ഞാൻ കൊടുത്ത ആനയാണ്. പിന്നെ ഒറ്റപ്പാലം ഹരിച്ചേട്ടൻ്റെ നിൽക്കുന്ന ശ്രീറാം, അതും വളരെ മുഴുത്ത ആനയാണ്. അത് ഞാൻ കൊടുത്ത ആനയാണ്. ഒരുപാട് നല്ല ആനകൾ ഞാൻ കൊടുത്താണ്. കൊല്ലം ജില്ലയിൽ തന്നെ പല ആനകളും നമ്മൾ കൊടുത്ത ആനകളായിട്ടുണ്ട്. കേട്ടില്ലേ കഥയൊക്കെ? എത്ര കിടിലങ്ങളാണ് ഇവിടെ ഷൈൻ ചെയ്തിങ്ങനെ നിന്നിട്ടുള്ളത്. അമ്പമ്പോ, അത് കേൾക്കുമ്പോൾ തന്നെ കുളിരുകോരും. ആതിര പത്മനാഭനും ആതിര ജഗന്നാഥനും ഇടക്കുന്നി രാജേന്ദ്രനും ജയറാമേട്ടൻ്റെ കണ്ണനും ഒറ്റപ്പാലത്ത് ശ്രീറാമുമെല്ലാം കിടിലം കക്ഷികളല്ലേ? കേട്ടിട്ടുണ്ട് ഞാനും കുറേ കഥകൾ. ഈ രവിസാർ ഇങ്ങനെ കുറേ ആനകളെ വാങ്ങുകയും വളർത്തുകയും എല്ലാം ചെയ്തതുകൊണ്ട് എന്തുണ്ടായെന്നറിയാമോ? അറിയില്ലല്ലേ? ഈ നാട്ടിൽ ഞങ്ങൾ ആനകൾക്ക് കുറേ ഫാൻസുകളുണ്ടായി. ചെറിയ ആരാധകരൊന്നും അല്ല കേട്ടോ, നല്ല സ്നേഹമുള്ള കുറേ മനുഷ്യർ. അവരിൽ എല്ലാത്തരം ആൾക്കാരുമുണ്ട്. ആർക്കും ഒരു വിവേചനവുമില്ല. ചെറുപ്പക്കാർ മുതൽ സീനിയർ സിറ്റിസൺസ് വരെ ഈ ഫാൻസ് അസോസിയേഷനിൽ അംഗങ്ങളാണ്. ചിലർക്ക് മുഴുത്ത ആരാധനയാണ്. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വാങ്ങിത്തരും. ഉത്സവത്തിനും മറ്റും പോകുമ്പോൾ കൂടെ വരും, പ്രോത്സാഹിപ്പിക്കും. എന്ത് സ്നേഹമാണെന്നോ അവർക്ക്. അവരിൽ പലർക്കും എന്നെപ്പോലത്തെ ഒരു കൊമ്പനെ വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ ഞങ്ങളുടെ വില കേട്ടാൽ അവർക്ക് വാങ്ങാൻ കഴിയില്ലല്ലോ. പിന്നെ പോട്ടെ, ഒരിക്കൽ അവർക്കതിന് കഴിയില്ലെന്ന് ആരറിഞ്ഞു? ഇതാ കേട്ടു നോക്ക്, ഇവരുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോകുന്നു. ആനയെ ചെറുപ്പം തൊട്ടേ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിലുമൊക്കെ ആനയുണ്ട്. അങ്ങനെയാണ് ആനയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഈ ആനയെന്ന് പറയാൻ ഞങ്ങൾക്ക് നേരത്തെ അറിയാവുന്ന ആനയാണ്. പിന്നെ ഈ ആനയോട് ഒരു പ്രത്യേക താല്പര്യം എന്ന് പറയാൻ, ഈ ആന നല്ല ശാന്ത സ്വഭാവന ആനയാണ്. ഈ ആന ഇവിടെ ആദ്യം വരുന്നത് ഓമനക്കുട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിക്കാണ്. അപ്പം ബ്രാഹ്മണത്തിൽപ്പെട്ട ഒരു ആനയാണ്. അപ്പം ഞാനിതിനൊരു കാവടി വശത്തിറക്കി ഒരു റൗണ്ട് ആന എഴുന്നള്ളിച്ചിട്ടൊക്കെ ഉണ്ട്. അന്ന് പിന്നെ എനിക്ക് മുടനീരൊക്കെ ആയിട്ട് ഒലിക്കുകയൊക്കെ ചെയ്തു ആനയ്ക്ക്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അന്ന് ഇച്ചിരി പടക്കത്തിനൊക്കെ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറി നല്ലൊരു ആനക്കുട്ടിയാണ്. കഴിഞ്ഞുള്ളൊരു ആനയെ പാട്ടത്തിനുണ്ടായിരുന്നു, ഊക്കൻ കുഞ്ചു എന്നാണ്, തൃശ്ശൂരുള്ള. അപ്പം ഒരു ആനയെ സ്വന്തമാക്കുക എന്നുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. ശാന്തനായിട്ടുള്ളൊരു ആനയാണ്. ആർക്ക് വേണമെങ്കിലും കൊണ്ടു നടക്കാം. ആനയാണ് കാർത്തിക്. കടലിനെ ആനയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഒരിക്കലും നമുക്കൊരു എന്താണ് പറയുന്നത്, ഇത് ബോറിങ് തോന്നത്തില്ല. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. അതിൻ്റെ രീതികളും ദൈവികമായൊരു
സൃഷ്ടിയാണല്ലോ ആന. കേട്ടില്ലേ, ഇതാണ് സ്നേഹം. ഈ നാട്ടിലെ ഉത്സവങ്ങൾ വൈകാതെ തുടങ്ങും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ ഏതെങ്കിലും അമ്പലങ്ങളിൽ വരേണ്ടി വരും. അത്രയ്ക്ക് ഡിമാൻഡാണ് ഞങ്ങൾക്കെല്ലാം. വിശാലമായ കുളിയും തീറ്റയും ഒരുക്കവും പിന്നെ എഴുന്നള്ളിപ്പും ഒക്കെയായി ഒരു തകർപ്പാണ്. മതം പൊട്ടരുതേ എന്ന പ്രാർത്ഥന മാത്രം. ഉത്സവകാലം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഉത്സവ സീസണിൽ പുറത്തിറങ്ങാൻ പറ്റാതെ വരുന്നത് സങ്കടമാണ്.